ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ അബൌട്ട് ബിഗ് ബോസ് സീസൺ 7 പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. ഇന്നലെ ലക്ഷ്മി എന്നൊരു കണ്ടസ്റ്റന്റ് ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ നടത്തിയ പരാമർശം. സമാധാനത്തിലും സന്തോഷത്തിലും വ്യക്തിജീവിതത്തിൽ ആരെയും ഉപദ്രവിക്കാതെയും ജീവിക്കുന്ന മനുഷ്യരെ ആരും തന്നെ ഉപദ്രവിക്കാതെ അവരുടെ സന്തോഷങ്ങളെ, അവരുടെ സമാധാനത്തെ, അവരുടെ പോക്കിനെ അവരവരുടെ വഴിക്ക് വിടുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ മാനേഴ്സിൽ പെടുന്നൊരു സാധനമാണ്. അത് ചെയ്യാതെ കള്ളത്തരങ്ങൾ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് വളരെ ക്ലിയർ കട്ടായിട്ട് അവരുടെ ഉള്ളിലിരിക്കുന്ന വിദ്വേഷ പ്രചരണം, അതായത് ഒരു മനുഷ്യൻ, രണ്ട് വ്യക്തികളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഉള്ള ഒരു പുരോഗമന ലക്ഷ്മി എന്ന സ്ത്രീയുടെ പരാമർശം നമ്മൾ ISI മുദ്രയോടുകൂടിയുള്ള പുരോഗമന സ്ത്രീയാണ്. അപ്പം ആ പരാമർശം നമ്മളെല്ലാവരും കണ്ടിരുന്നു, എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്, എല്ലാവരും അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ നടന്ന വിഷയം ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ, രാവിലത്തെ ഒരു സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എക്സ് കണ്ടസ്റ്റന്റ്സ് 3 ആൾക്കാർ അവിടെ വരികയും അതിലൊരു കണ്ടസ്റ്റന്റിന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിട്ടുള്ള ആളാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആള്. സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ഒരു എന്താ പറയാ ഒരു ക്ലൂ കൂടെ അത്തരം പരാമർശത്തിന് ആവശ്യകതയായിട്ട് വന്നിട്ടുണ്ടാവണം. കാരണം എന്നാൽ അക്ബറും അവരും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സിയുടെ ഇടയിലാണ് ഒരു കാരണവുമില്ലാതെ, അതായത് എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് നൂറയോ ആദിലയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റാളുകളോ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഒരു വലിയ രീതിയിൽ ഒരു ചാട്ടം ചാടുന്നു, ഒരു പ്രകടനം നടത്തുന്നു, അവരങ്ങ് പോകുന്നു. അത് ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുകയും മര്യാദയ്ക്കിരുന്ന മനുഷ്യരെ ഉപദ്രവിക്കാൻ വന്ന ഒരു ശൂന്യക്കാരിയെ പോലത്തെ ഒരാളായിട്ടാണ് ശരിക്കും ഈ പറഞ്ഞ ലക്ഷ്മി എല്ലാവരും കണ്ടതെന്നുള്ളത് എനിക്കറിയാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ 2 ദിവസം മുമ്പും അവരിങ്ങനെ ഭയങ്കര ഇമോഷണലി അവരുടെ വീട്ടുകാരെ പറ്റി പറയുന്നു, അവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു, അവർക്ക് അവരുടെ സിസ്റ്റേഴ്സിനെ കാണണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. നമ്മളാ കഴിയുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷനും അവരുടെ കുടുംബത്തിന്റെ അണ്ടറിലുള്ള കുറെ പ്രോബ്ലംസും അവരെ അതിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യിപ്പിക്കാത്തതിന്റെ സാഹചര്യത്തിൽ കുറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ നമ്മളെ പോലെയുള്ള സപ്പോർട്ടേഴ്സ് മാത്രമാണ് അവർക്കുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടും ഭയങ്കര സ്നേഹത്തോടെയും ഭയങ്കര ഇഷ്ടത്തോടെ എനിക്ക് പറയാൻ പറ്റും, നൂറയുടെയും ആദിലയുടെയും ഫാൻസ്, കുറെ ഗ്രൂപ്പുകള്, അവരുടെ സപ്പോർട്ടേഴ്സ്, അവരെ ഇഷ്ടപ്പെടുന്ന ഇൻഡിവിജ്വൽസ്, അവരെ ഇഷ്ടപ്പെടുന്ന പല വിഭാഗത്തിൽപ്പെട്ട മത രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരുപാട് മനുഷ്യരുടെ സപ്പോർട്ട്, ജെൻഡർ വ്യത്യാസം ഇല്ലാത്ത രീതിയിലുള്ള സപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തന്നെ എന്റെ ഇൻബോക്സിൽ ഒരുപാട് ആളുകൾ എനിക്ക് അത്തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതും നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് നൂറയും ആദിലേനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഇനിയും ഇത്തരത്തിലുള്ള ഏത് വൈകാരികമായിട്ടുള്ള സിറ്റുവേഷൻസും നിങ്ങളെപ്പോലുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് തരണം ചെയ്യാനും ഇവിടെ സമൂഹത്തിന്റെ മാറ്റങ്ങളെ നിങ്ങളിലൂടെ, പൊതുമനുഷ്യരുടെ ഇടയിലൂടെ നിങ്ങൾ തന്നെ മാറ്റുമ്പോൾ, അവരുടെ ജീവിതം അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ ആ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമ്പോൾ ഈ നിൽക്കുന്ന സമൂഹം തന്നെയാണ് അവരെ രക്ഷപ്പെടുത്തുന്നതും അവരെ കൂടെ നിൽക്കുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അതിലൂടെയും നൂറയുടെയും ഫാൻസിനോട് തീർത്താൽ തീരാത്ത കടപ്പാട്, എനിക്ക് മാത്രം, ഞാനും ഒരു ഫാൻ തന്നെയാണ്, പക്ഷെ തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെന്ന് അവർക്ക് വേണ്ടി അത് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടും അവരുടെ ഫാൻസ് എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടുമാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. അപ്പം എന്താ പറയാ, തക്കതായിട്ട് ലക്ഷ്മി എടുത്ത നിലപാട്, അല്ലെങ്കിൽ ലക്ഷ്മിയുടെ നിലപാട് തന്നെയാണ്, അത് നിലപാടല്ല എന്ന് പറയാൻ പറ്റില്ല, ലക്ഷ്മിയുടെ നിലപാടിനെ ലാലേട്ടൻ ഈ ഒരു പ്രോഗ്രസീവ് സ്പേസിൽ ചോദ്യം ചെയ്യപ്പെടണം. കഴിഞ്ഞ പ്രാവശ്യം അനുവിന്റെ വിഷയവും ജിസേലിന്റെ ആര്യന്റെ വിഷയം അതുപോലെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ആ ഇടത്ത് ഇത്രയും വർഷങ്ങളായിട്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ സ്പേസും കൂടിയാണ് ഈ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ. ആ ഇടത്ത് ഇവിടുത്തെ ടോക്സിക് മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവിടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നതിനെതിരെ കൃത്യമായി ലാലേട്ടൻ ചോദ്യം ചെയ്യപ്പെടണം. ഇത് ഏഷ്യനെറ്റിനോടും എന്റെ മോളിനോടും ബെനിഞ്ചെ കമ്പനിയോടും എല്ലാവരോടും നടത്തുന്ന റിക്വസ്റ്റ് ആണ്. ഇതിന്റെ അധികാരികൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതൊരു ബേസിക്
ഒരു എന്താ പറയാ ബേസിക് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഭയങ്കരമായ തടസ്സമുണ്ടാക്കുന്നതാണ്. അത് ചോദ്യം ചെയ്യപ്പെടുകയും അതിനെതിരെ തക്കതായ നടപടി ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. താങ്ക് യു സോ മച്ച്.